അടുത്തത് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ അനിയനും കണ്ടംപററി ആയിരുന്ന ജയസൂര്യയും തുടങ്ങിയത് ഓൾമോസ്റ്റ് ഒരേ സമയം തന്നെയാണ്. കരിയറിന്റെ തുടക്കത്തിൽ മറ്റു രണ്ടുപേരെ അപേക്ഷിച്ച് കൂടുതൽ വേഴ്സറ്റാലിറ്റി കാണിച്ചതും ഇദ്ദേഹം തന്നെയായിരുന്നു. മീശ മാധവനിലെ ആ വില്ലൻ റോളും മിഴിരണ്ടിലും എന്ന സിനിമയിലെ ആ ഡോക്ടറുടെ റോളും മാത്രം മതി അത് തിരിച്ചറിയാൻ. ഇദ്ദേഹം ഇന്നും സിനിമയിൽ സജീവമാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തിന് ഒരു മെയിൻ ലീഡ് ഹീറോ ആയി തുടരാൻ കഴിയാതെ പോയത്? ഇതിനൊരു വ്യക്തമായ ഉത്തരമുണ്ട്. എന്നാൽ ഇത്തവണ ഞാനത് സ്ട്രെയിറ്റ് ആയി പറയുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ ജനവികാരം വ്രണപ്പെടും. അതുകൊണ്ട് ഇത്തവണ ഞാനത് പറയില്ല. പക്ഷേ ഈ വീഡിയോ കണ്ടിരിക്കുന്ന നിങ്ങളെ കൊണ്ട് ഞാനത് പറയിക്കും. സോ ഇന്ന് ഇന്ദ്രജിത്ത് സോളോ ലീഡായി ഒരു സിനിമ ഇറങ്ങുന്നു എന്നൊരു പോസ്റ്റർ കണ്ടാൽ നിങ്ങളിൽ എത്ര പേർ ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കും? അല്ലെങ്കിൽ നിങ്ങളിൽ എത്ര പേർ ആ സിനിമ കാണാൻ ഫസ്റ്റ് ഡേ പോവും? അതിന്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാം. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു എന്നും നിങ്ങൾക്കറിയാം. ഇനി അതും പോട്ടെ. ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയാൽ ആളുകൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് എന്താണ്? നേരെ പോയി സിനിമയെ പറ്റിയുള്ള റിവ്യൂ കേൾക്കും. എന്നാൽ നിങ്ങൾ അവസാനമായി ഒരു ഇന്ദ്രജിത്ത് സിനിമയുടെ റിവ്യൂ യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് കണ്ടുപിടിച്ച് കണ്ടത് എപ്പോഴായിരുന്നു? നായകനാണെങ്കിലും വില്ലനാണെങ്കിലും സഹനടനാണെങ്കിലും കൊമേഡിയനാണെങ്കിലും ഏത് റോളും ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു നടനാണ് ഇന്ദ്രജിത്ത്. എന്നിട്ടും പീപ്പിൾ ആർ നോട്ട് എക്സൈറ്റഡ് അബൌട്ട് ഹിം. അതെന്തുകൊണ്ടാണ്? അതേതെങ്കിലും ഒരാൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ അഭിപ്രായം മറച്ചു വെച്ച് ഒരു മാനിന്റെ മുഖംമൂടിയിട്ട് നിങ്ങളും പുറത്തിറങ്ങും അതിനെ എതിർക്കാൻ. സംഭവം ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. ഒരു സൂപ്പർ താരമായിരിക്കുക അല്ലെങ്കിൽ ഒരു ലീഡ് ആക്ടറായി കുറെ കാലം നിലനിൽക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് അഭിനയം മാത്രം അറിഞ്ഞാൽ പോരാ. ഒരു 30 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് നമ്മൾ മനസ്സുകൊണ്ട് ചിലപ്പോൾ അപ്പോഴും ചെറുപ്പമായിരിക്കും. എന്നാൽ ശരീരം അങ്ങനെ നിൽക്കില്ല. മലയാളികളുടെ അല്ലെങ്കിൽ മൊത്തം ഇന്ത്യക്കാരുടെ ശരീര പ്രകൃതി തന്നെ ഇതാണ്. ഇക്കണ്ട സൂപ്പർ താരങ്ങളൊക്കെ ഇത്രയും കാലം ഇവിടെ പിടിച്ചു നിന്നത് ബുദ്ധിമുട്ടി അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. സോ സത്യകഥ എന്തെന്ന് വെച്ചാൽ സാധാരണ പ്രേക്ഷകരൊക്കെ പൊണ്ണത്തടിയന്മാരും വേറെ ചാടിയവരൊക്കെ ആണെങ്കിലും സ്ക്രീനിൽ അവർക്ക് കാണേണ്ടത് ഫിറ്റായി നിൽക്കുന്ന സുന്ദരനെയും സുന്ദരിമാരെയുമാണ്. അങ്ങനെ അല്ലാത്തവരോടുള്ള ആക്സെപ്റ്റൻസ് നന്നേ കുറയും. അല്ല, അങ്ങനെ ചിന്തിക്കുന്നതിന് പ്രേക്ഷകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ സാധാരണ ജീവിതത്തിൽ നിന്നും മാറി ഒരു എസ്കേപ്പ് എന്ന നിലയ്ക്ക് ഒരു പാരലൽ വേൾഡിൽ എത്താൻ വേണ്ടിയാണ് ആളുകൾ സിനിമ കാണുന്നത്. അപ്പൊ എങ്ങനെയാ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എനിവേസ്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ദൃശ്യം പോലെ അല്ലെങ്കിൽ ജോസഫ് പോലെ ഒരു സിനിമ, അതുപോലൊരു സിനിമ ഇന്ദ്രജിത്തിന്റെ കയ്യിൽ കിട്ടും. അയാൾ നായകനായി തന്നെ തിരിച്ചു വരികയും ചെയ്യുമെന്ന്.